ഹായ് ഫ്രണ്ട്സ്, +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. ഇനി നമുക്ക് നീറ്റ് എക്സാമിന് വേണ്ടി വളരെ കുറഞ്ഞ സമയം അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നല്ല ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് പഠിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ 2 വർഷമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അതിൽ കൂടുതൽ സമയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സും നന്നായി റിവൈസ് ചെയ്ത് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ നമുക്ക് തെറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും നന്നായി ശ്രദ്ധ കൊടുത്ത് തന്നെ റിവൈസ് ചെയ്ത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കൺസെപ്റ്റ്സും ഒന്നുകൂടി തറവാക്കാനുള്ള ഒരു സമയമാണ് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി, ഇതുവരെ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെയാണ് പഠിച്ചത്, ഇനി അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി റിവൈസ് ചെയ്യേണ്ട ഒരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ നല്ല ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. റിവൈസ് ചെയ്യാൻ വേണ്ടി നല്ല ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഷെഡ്യൂളിൽ, അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഷെഡ്യൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തിയറി പാർട്ട്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെറ്റീരിയലിൽ നിന്നോ പഠിച്ച എല്ലാ തിയറി പാർട്ടും നമ്മൾ അതിൽ റിവൈസ് ചെയ്യണം. അതുപോലെ NCERT ബുക്സും നമ്മൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ വ്യത്യസ്ത ബുക്കുകളിൽ നിന്ന് ഇതുവരെ ചെയ്തു വെച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ തിയറിയുടെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ റിവൈസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നമ്മൾ നന്നായി റിവൈസ് ചെയ്ത് അത് ഒന്നുകൂടി മനസ്സിലാക്കി ഇനി ഒരിക്കലും ആ ഒരു തെറ്റ് നമ്മൾ ആവർത്തിക്കാത്ത രീതിയിൽ നമ്മൾ അത് പഠിക്കണം. പിന്നെ ഇവിടെ നമ്മൾ അതായത് നമ്മുടെ വെബ്സൈറ്റിലൂടെയും അതുപോലെ യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെയായി ഈ റിവൈസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഇനി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിലാണ്. അതായത് നമ്മൾ നല്ല കിടിലൻ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മെയ് ആദ്യത്തെ ആഴ്ച മുതൽ നീറ്റ് എക്സാം നടക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നടക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ ആദ്യത്തെ കുറച്ച് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നുമുള്ള ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അതിന്റെ ശേഷമുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് അടുത്ത മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവുക. അങ്ങനെ സീരീസ് ആയിട്ട് നമ്മൾ ഈ 2 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്സും അല്ലെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന രൂപത്തിലുള്ള മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ വഴിക്ക് നടക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മോക്ക് ടെസ്റ്റിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെ ഓരോ ദിവസവും റിവൈസ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ മെയ് ആദ്യത്തെ വീക്കിൽ ഞാൻ ഇടുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും അല്ലെ, ഞാൻ ആദ്യം തന്നെ അതിന്റെ ടോപ്പിക്സ് ഒക്കെ ചാനലിലൂടെ അനൗൺസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ വീക്കിലുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചിട്ട് അതിന്റെ ശേഷം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും അതുപോലെ ടോപ്പിക്സും ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ തന്നെ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. അതായത് നിങ്ങൾ ടോപ്പിക്സ് പഠിക്കുന്നു, ഒരു വീക്ക് എടുത്തിട്ട് നിശ്ചിത ടോപ്പിക്സ്, നമ്മൾ തരുന്ന ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുന്നു. അതിന്റെ ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. എക്സാമിന്റെ പ്രൊസീജിയർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ raheez.com എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുക. അതിന്റെ ഹോം പേജിൽ തന്നെ ഏത് ദിവസമാണോ എക്സാം നടക്കുന്നത് ആ ദിവസം രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ അന്നത്തെ എക്സാം എഴുതാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തതിന്റെ ശേഷം നീറ്റ് എക്സാമിന്റെ മുന്നേയുള്ള ദിവസങ്ങളിലായിട്ട് നമ്മൾ നീറ്റ് മോഡൽ എക്സാംസ് നടത്തുന്നതാണ്. ഈ നീറ്റ് മോഡൽ എക്സാംസും അത് നീറ്റിന്റെ അതേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സെയിം ടൈമും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് നീറ്റിന്റെ അതേ രൂപത്തിലുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നീറ്റ് എക്സാമിന്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ അത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീറ്റിന്റെ തൊട്ട് മുമ്പായിട്ട് കുറച്ച് എക്സാംസ് നമ്മൾ നീറ്റ് എക്സാമിന്റെ അതേ രൂപത്തിലുള്ള അതേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതേ ടൈമും ഒക്കെ അലോട്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എങ്ങനെയായാലും ഈ മോക്ക് ടെസ്റ്റിലൂടെ നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യും. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഏത് ടോപ്പിക്സ് ആണോ ഓരോ ആഴ്ചയും തരുന്നത് ആ ടോപ്പിക്സ് പഠിച്ചു വന്ന് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി. ഇനി ഈ എക്സാം പേപ്പേഴ്സിന്റെ ഒക്കെ ആൻസേഴ്സും അതുപോലെ ഹിൻസും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ അതിന്റെ പിറ്റേ ദിവസം, എക്സാം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ഹിൻസും ആൻസേഴ്സും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിലാണ് നമ്മൾ നമ്മുടെ എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും മെയ് ആദ്യ വീക്ക് മുതൽ തന്നെ, ഇനി നമ്മുടെ മുന്നിൽ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ മെയ് ആദ്യം മുതലുള്ള വീക്കിൽ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് പഠിച്ച്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാവട്ടെ, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതാവട്ടെ, ഓൺലൈനായിട്ട് വേറെ ഏതെങ്കിലും കോച്ചിങ് ചെയ്യുന്നതാവട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വെറുതെ ടെസ്റ്റ് എഴുതി പോകുന്നതിന് പകരം ആ ആഴ്ചയിൽ പൂർണ്ണമായും നമ്മൾ തന്നിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമും ഒക്കെ ആയി മാറുകയുള്ളൂ. ഇനി എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്, അതുപോലെ ക്വസ്റ്റ്യൻസ് ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, റിവിഷൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ എക്സാംസിന്റെ ടോപ്പിക്സും സമയവും ഒക്കെ ഞാൻ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.